से नैना लगाए मोरे श्याम रसिया नैना लगाए मोसे नैना लगाए मोसे नैना लगाए मोरे नित्या गवाए मोसे नैना लगाए मोरे श्याम रसिया मोसे ഒരു കഴിവുറ്റ നടൻ, ഒരു മികവുറ്റ നർത്തകൻ, ഈ രണ്ട് നിലകളിലും ശോഭിക്കുന്ന വളരെ ചുരുക്കം അഭിനേതാക്കൾ മാത്രമേ ലോക സിനിമയിലുള്ളൂ. മലയാള സിനിമ അക്കാര്യത്തിൽ ഭിന്നമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിന് അഭിമാനിക്കാം. കാരണം നമുക്ക് വിനീതുണ്ട്. വിനീതുമായിട്ടുള്ള അഭിമുഖം നോക്കാം. സ്വാഗതം. താങ്ക് യു. പിന്നെ ഇതിൻ്റെ ആദ്യത്തെ ചിത്രം ഏത് വർഷമായിരുന്നു? 1985, 85-ലായിരുന്നു. ഞാൻ 15-16 വയസ്സ്. നക്ഷത്രങ്ങളായിരുന്നു. അത് അതിനു മുൻപ് ഇടനിലങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ലായിരുന്നു? അല്ല, ഇടനിലങ്ങളാണ് ഫസ്റ്റ് ഫിലിം. ഇടനിലങ്ങൾ ഫസ്റ്റ് ഫിലിം, നഗരസഭ സെക്കൻഡ് ഫിലിം. 85-ലായിരുന്നു ഇടനിലങ്ങൾ റിലീസായത്. ആദ്യം റിലീസായത് ഇടനിലങ്ങളാണ്. പക്ഷെ പേര് കിട്ടിയത് ഇടനിലങ്ങൾ ചെറിയൊരു റോളായിരുന്നു. അതൊരു ത്രൂ ഔട്ടുള്ള ക്യാരക്ടർ ആണെങ്കിലും ചെറിയൊരു വേഷമായിരുന്നു. പക്ഷെ എനിക്ക് ഒരു ഹീറോ എന്ന നിലയിൽ റെക്കഗ്നിഷൻ ആൻഡ് സക്സസ്ഫുൾ ഫിലിം എന്നുള്ള നിലയിൽ നക്ഷത്രങ്ങളാണ്. ആ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന സിനിമയിൽ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രാമീണ ചെറുപ്പക്കാരൻ്റെ ഒരു ലുക്കായിരുന്നു ഉണ്ടായത്. ആ ഭാവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഇന്നിപ്പോൾ വിനീത് നിൽക്കുന്ന ഒരു വളരെ ഫ്ലാംബയൻ്റ് ആയിട്ടുള്ള ഒരു യൂത്തിൻ്റെ ലുക്സും ഒക്കെയാണുള്ളത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓവർ എങ്ങനെയാണ്? ചേഞ്ച് ഓവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പം മീൻസ് എത്ര കൊല്ലേ, ഒരുപാട് വർഷമല്ലേ, ഇറ്റ്സ് ഓൾമോസ്റ്റ് 24 years. സോ 24 വർഷം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലോങ് ടൈം. ആൻഡ് ഞാൻ ബേസിക്കലി ഐ വാസ് എ വെരി യങ് ബോയ് ദാറ്റ്. ഞാൻ 9th കഴിഞ്ഞ് 10th ഉള്ള സമയത്താണ് ഈ പടം ചെയ്തത്. സോ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് ഒരു പടം കഴിഞ്ഞ് നമ്മൾ വൺസ് വി സ്റ്റാർട്ട് വർക്കിംഗ് ഇൻ ഫിലിംസ്, ഒരു ക്യാരക്ടറിന് ഗ്രൂം ചെയ്യുക. ഇപ്പോൾ ഓരോ പടത്തിലും ഒരു കഥാപാത്രത്തിന് ഗ്രൂം ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഹോൾ ഗ്രൂപ്പാണ്. ഡയറക്ടർ, ക്യാമറമാൻ, ടെക്നീഷ്യൻസ്, കോസ്റ്റ്യൂമേഴ്സ്, മേക്കപ്പ്, എല്ലാം ഇറ്റ്സ് എ ടീം എഫേർട്ട്. അപ്പോൾ അത് ആ ഒരു ഇൻഡിവിജ്വലായിട്ട് ഞാൻ പോയാൽ അത് ഗ്രൂം ചെയ്യുന്നത് ഈ കലാകാരന്മാരെ വെച്ചിട്ടുള്ള. സോ അതുകൊണ്ടാണ് ആ ഗ്രോത്തും ഡിഫറൻസും. നമ്മളും പലതും പഠിക്കും. പിന്നെ വേറെ ഒന്ന്, ഈ സിനിമയുടെ ഒരു വലിയൊരു പവർഫുൾ എലിമെന്റ് എന്ന് ഞാൻ പറയുന്നത്, ഏതൊരാൾക്കും ഒരു ആർട്ടിസ്റ്റായി വന്ന് വൺസ് ഹി ഓർ ഷീ ഗെറ്റ് സക്സസ്ഫുൾ, നമ്മൾ അറിയാതെ നമ്മളിൽ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഹാപ്പൻസ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് എൻ അറ്റംപ്റ്റ് ടു ഗെറ്റ് ബെറ്റർ. ഇപ്പം ഇമ്പ്രൂവ് ചെയ്യാനുള്ള നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഒരു പ്രയത്നവും അത് ഓട്ടോമാറ്റിക്കലി നമ്മളിൽ തന്നെ പല മാറ്റങ്ങൾ വരുത്തും. ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള പല പുതുമുഖങ്ങളായിട്ട് വന്ന ആർട്ടിസ്റ്റ്, ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് ആയാലും ഐ എം ജസ്റ്റ് ടെല്ലിങ്, ഇപ്പോൾ ഒരു പുതിയതായിട്ട് വന്ന ആർട്ടിസ്റ്റ് ആ ഫസ്റ്റ് ഫിലിം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളൊരു 5-6 പടം എടുത്ത് കഴിയുമ്പോൾ അവരുടെ ടോട്ടൽ പേഴ്സണാലിറ്റി തന്നെ മാറിയിരിക്കും.